welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ കറിയാണ്. വളരെ ഈസിയാണ്. പഴുത്ത മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അരപ്പൊന്നുമില്ല കേട്ടോ, അരക്കലൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ കറിയാണ്, ടേസ്റ്റിയാണ്. സോ എങ്ങനെയാണ് ഈ ഒരു ഈസി സിമ്പിൾ മാങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാങ്ങ കറി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് മാങ്ങ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളയാം. ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടുണ്ട്. വീട്ടിലുണ്ടായ മാങ്ങയാണെങ്കിൽ തൊലി കളയണമെന്നില്ല കേട്ടോ. ഇത് വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്, പക്ഷെ തൊലി വിട്ടു വന്നപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി പൾപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് എടുക്കാം. കുട്ടി കുട്ടി മാങ്ങയാണെങ്കിൽ ചെറിയ പഴുത്ത മാങ്ങ കിട്ടില്ലേ, അതാണെങ്കിൽ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇടാം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, അത് മുഴുവനായിട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ പീസാക്കിയത് ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേമാതിരി ആ അണ്ടി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, അത് ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം ഇതിൽ നിറയെ വീണ്ടും കുറച്ചുകൂടെ ദശ ഇരിക്കുന്നുണ്ട്. ഹരിക്ക് വേണമെങ്കിൽ ഉറിഞ്ചി തിന്നാം, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതേമാതിരി ഒരു 2-3 പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുക്കറിൽ ഒരു 1-2 വിസിലിന് വേവിച്ചെടുക്കാം. നമുക്ക് മാങ്ങയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 1/2 കപ്പ് വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. വെന്ത ശേഷം കാണിച്ചു തരാം കേട്ടോ. സോ നമ്മുടെ മാങ്ങ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാണ്. ഇവിടെ വേറൊരു പാത്രത്തിൽ ഞാൻ ഏകദേശം 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉടച്ചു കൊടുക്കാം കേട്ടോ. മാങ്ങ എനിക്ക് കുറച്ച് പീസായിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ഉടച്ചു കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് മാങ്ങ പീസസായിട്ട് കിടക്കണ്ട എങ്കിൽ വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഇനി ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുകിന് താളിക്കാം. ഓക്കെ, അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്യണം കേട്ടോ, കാരണം നല്ല എണ്ണ നല്ലോണം ചൂടായി. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, അതുമാതിരി ഒരു വറ്റൽമുളക് പൊട്ടിച്ചത്, പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കറിവേപ്പില. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് വറുത്തെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
കണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാ കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.